യാത്രകളിൽ കൂടിയിട്ട് മലയാളികളുടെ മനസ്സിൽ കയറിയിട്ടുള്ള രണ്ടാൾക്കാരാണ് വിജയൻ ചേട്ടനും മോഹന ചേച്ചി. അത് സോമൻസ് ആണ് അവരുടെ യാത്രയിൽ എപ്പോഴും ഒരു കമ്പാനിയൻ ആയിട്ട് ഉണ്ടായിരുന്നെന്ന് കേട്ടു. എങ്ങനെയായിരുന്നു അവരുടെ ഒരു തുടക്കം? അദ്ദേഹം ഭയങ്കര സ്ട്രോങ് വിൽ പവർ ഉള്ള ഒരാളായിരുന്നു വിജയൻ ചേട്ടൻ. ഒരു കാര്യം വളരെ വളരെ എംഫസിസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരുപാട് ടൂറുകൾ, അതും എക്സ്പെൻസീവായിട്ടുള്ള ടൂറുകൾ, വിസ ഈസി അല്ലാത്ത ടൂറുകൾ എല്ലാം തന്നെ അവർ പോയത് ഞങ്ങളുടെ കൂടെയാണ്. മനസ്സിലായി? അത് അവർ ഈ ആദ്യം വന്നത് ഒരു ഈ ഇംഗ്ലണ്ടും യൂറോപ്പും അടങ്ങുന്ന ഒരു ടൂറിന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവരിങ്ങോട്ട് വന്ന് അപ്രോച്ച്. അതെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പുള്ളിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, സ്വന്തമായിട്ടൊന്നും തന്നെ ഇല്ല, പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ വിസ, പ്രത്യേകിച്ച് UK പോലുള്ള രാജ്യത്തിൻ്റെ വിസ നമുക്ക് തരണമെങ്കിൽ ഒന്നാമത് ആ ടൂർ പോകാനുള്ള അതിൻ്റെ എക്സ്പെൻസസിനേക്ക് കൂടുതൽ കവർ ചെയ്യുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, 6 മാസത്തെ. അപ്പോൾ പുള്ളിക്ക് അക്കൗണ്ട് തന്നെ ഇല്ല ബാങ്കിൽ. മനസ്സിലായോ? പിന്നെ അതല്ല വെച്ചെങ്കിൽ സ്വന്തമായിട്ട് വീട് അല്ലെങ്കിൽ കുറേ സ്വത്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവണം. അതുമില്ല. പിന്നെ എങ്ങനെയാണ്? അപ്പോൾ പിന്നെ ഇത് തിരിച്ചു കൊടുക്കുക മാത്രമേ മാർഗമുള്ളൂ. പക്ഷേ അത് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ ദെൻ ഒരു ഐഡിയ എന്നിലേക്ക് വന്നു. ആ ഐഡിയ അപ്പം തന്നെ ഞാനത് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ടൂർ പോകാനുള്ള ആഗ്രഹം, നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ചായക്കട നടത്തുകയാണ്, അത് എഴുതാൻ പറഞ്ഞു. ഒരു മലയാളത്തിൻ്റെ ഒരു പേപ്പറിൽ അത് എഴുതി, ഞാൻ ചായക്കട നടത്തുകയാണ്, 3 രൂപയുടെ ചായയും 3 രൂപയുടെ പരിപ്പ് വടയും ആണ് വിൽക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് കുറേ കാശോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എനിക്ക് UK കാണണം അല്ലെങ്കിൽ യൂറോപ്പ് കാണണം. അത് മലയാളത്തിൽ എഴുതുന്നു, ഞാനത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ എന്നിട്ട് ഞാനൊരു ലെറ്റർ തയ്യാറാക്കി ആ കോൺസുലേറ്റിനെ, ഇത് ഞങ്ങൾ തന്നെ അത് ആ എക്സ്പെൻസസ് എല്ലാം കവർ ചെയ്യുകയാണ്, ഇതാണ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഞാനാണ് അവരുടെ കൂടെ പോകുന്നത്, ടൂർ ലീഡറായിട്ട് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും, ഇതെൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ലെറ്റർ അവർക്ക് കൊടുക്കുന്നു ഇതിൻ്റെ കൂടെ. അങ്ങനെയാണ് ഈ ആദ്യത്തെ വിസ പുള്ളിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? പിന്നീടുള്ള അതെല്ലാം തന്നെ ഇതിനെ ബേസ് UK കിട്ടി, യൂറോപ്പ് കിട്ടി, പിന്നെ അത് കഴിഞ്ഞ് അമേരിക്ക കിട്ടി, പിന്നെ അങ്ങനെ ചൈന, അങ്ങനെ ഇപ്പോൾ ഒരുവിധ രാജ്യങ്ങളൊക്കെ അവർ പോയത് ഞങ്ങളിലും മുഖേനയാണ്. ഈവൻ സൗത്ത് അമേരിക്ക കവർ ചെയ്തു. സൗത്ത് അമേരിക്ക പോയി, അമേരിക്ക പോയി, ഇംഗ്ലണ്ട് പോയി, യൂറോപ്പ് പോയി, ചൈന പോയി, പിന്നെ ഒരുപാട് രാജ്യങ്ങൾ അവർ പോയി. വിജയൻ ചേട്ടന്റെ മരണശേഷവും മോഹന ചേച്ചി ജപ്പാനിൽ പോയി. അത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് പുള്ളിയുടെ ഒരു ആഗ്രഹം, അതായത് പലപ്പോഴും അദ്ദേഹം വീട്ടിലെ പുള്ളിക്കാരത്തിയോട് സംസാരിച്ച് കാണും, ഇനി ഞാൻ പോകേണ്ടത് ജപ്പാനാണെന്ന്. പക്ഷെ എന്നിട്ട് പുള്ളി മരണപ്പെട്ടു. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അവർ യാത്ര ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം പോകുന്ന പോലെ അദ്ദേഹത്തിന് പകരം പോവാ, ആ ഒരു ആശയത്തിലാണ് അവർ വന്ന് ജപ്പാൻ. ഞങ്ങൾ അവരെ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോയത്. അതൊക്കെ സാറിനെ സംബന്ധിച്ച് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ? പിന്നെ അത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ നമുക്കൊരു സംതൃപ്തി കിട്ടുന്നത്, എന്തെങ്കിലും ഒരു കാര്യം ഇമ്പോസിബിളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത് ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. Like, subscribe and press bell button. Stay tuned for more videos.